പ്രളയം വന്നു, നിപ്പ വന്നു, കോവിഡ് വന്നു, ഇതെല്ലാം വന്ന് അതിനേക്കാളും വലിയൊരു ദുരന്തം മൂപ്പരുള്ളതുകൊണ്ട് നമ്മൾ അതൊക്കെ മറന്നുപോയിട്ട് പിന്നെ അയാളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ആലോചിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ദുരന്തമൊക്കെ വരുമ്പോൾ നമ്മൾ UDF-കാരുടെ ഒരു മര്യാദ ഉണ്ട്, നമ്മുടെ കോൺഗ്രസിൻ്റെ പ്രതിനിധികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് മര്യാദ? നമ്മൾ ഭയങ്കര മാന്യന്മാരാണ്. ഈ ദുരന്തത്തിൻ്റെ സമയത്ത് നിങ്ങൾ അങ്ങനെ സംസാരിക്കരുത്, അതൊരു മര്യാദ വേണ്ട. അപ്പം നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് ഇപ്പോൾ നേരത്തെ തന്നെ ഫൈസൽ ബാബു ഇവിടുന്ന് പിന്നെ മയക്കുമരുന്നിനെ കുറിച്ച് പറഞ്ഞു. മയക്കുമരുന്ന് കേട്ടപ്പോൾ നമ്മൾ ഉടൻ ഇറങ്ങി പുറപ്പെട്ട് പ്രതിജ്ഞ പരിപാടി, മയക്കുമരുന്ന് അങ്ങനെ വയല് പിന്നെ കുത്തുബയ്യത്ത് എല്ലാം കൂടെ നടക്കുകയാണ്. ഈ മയക്കുമരുന്ന് എന്താണ്? ഞാൻ ചോദിക്കട്ടെ, മദ്യം രാജ്യത്ത് സുലഭമാണ്, അതുകൊണ്ടാണ് നമ്മൾ മക്കളെ പഠിപ്പിക്കേണ്ടത് കുട്ടികളെ മദ്യം കഴിക്കരുത്. ഒരു സിനിമയിൽ കള്ളു കുടിക്കേണ്ട സീൻ തന്നാൽ പറയും മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ്. മദ്യം അനുവദനീയമായത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? വയല് പറഞ്ഞ് കുട്ടികളെ നന്നാക്കാൻ നോക്കുന്നത്. കഞ്ചാവ് വലിക്കരുത് എന്താ പറയേണ്ട കാര്യം? കഞ്ചാവ് കിട്ടാൻ പാടില്ലല്ലോ, MDMA കിട്ടാൻ പാടില്ലല്ലോ. മദ്യം അനുവദനിക്കപ്പെട്ട കാര്യമാണ് രാജ്യത്ത്, അതുകൊണ്ടാണ് രാജ്യത്തിനത് ഹലാലാണ്, നമുക്ക് ഹറാമാണെങ്കിലും അങ്ങനെയാണല്ലോ. അപ്പൊ അത് നിങ്ങൾ കഴിക്കരുത് എന്ന് പറയുന്ന ഉപദേശം മനസ്സിലാക്കുക. നമ്മൾ മക്കളോട് കഞ്ചാവ് വലിക്കരുത് പറഞ്ഞാൽ ഒരു ഇത് എഴുതാ കിട്ടണ ചോദിക്കൂലേ? വെറുതെ കുട്ടികളെ അറിയിക്കേണ്ടെന്നല്ലേ നമ്മൾ വിചാരിക്കുക? എടോ, രാജ്യത്ത് കഞ്ചാവ് വന്നാൽ MDMA വന്നാൽ അത് തടുക്കേണ്ട ബാധ്യത സർക്കാരിനാണ്, നാട്ടുകാർക്കല്ല, പള്ളി കമ്മിറ്റിക്കല്ല, മുസ്ലിം ലീഗിനും ഇവിടുത്തെ എന്താണ് ചർച്ചിനും അല്ല. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ വീട്ടിൽ എൻ്റെ മകനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഒരു 10 കിലോ കഞ്ചാവ് പോയിട്ട് വീട്ടിൽ വന്നാൽ എനിക്ക് അവനെ പിടിക്കാൻ അധികാരമുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ ഈ ഹാളിനകത്ത് പുറത്തുനിന്ന് ഒരുത്തൻ MDMA ആയിട്ട് വന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവനെ പിടിക്കാൻ പറ്റുമോ? പിടിച്ചാൽ എന്താ പറയാ? സദാചാര പോലീസ് ആഭരണങ്ങൾ ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഇവിടെ എക്സൈസ് ഉണ്ട്, പോലീസ് ഉണ്ട്. ഗവൺമെന്റ് ആണ് ഇതിനെ തടുക്കേണ്ടത്, ഗവൺമെന്റ് തോക്കുകയാണ്. അത് മാത്രമല്ല, ഈ മയക്കുമരുന്നിൽ രാഷ്ട്രീയമുണ്ട്. എന്താ രാഷ്ട്രീയം? ആ രാഷ്ട്രീയം എന്താണെന്നറിയോ? രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഭാഗമായാണ് മയക്കുമരുന്ന് വരുന്നത്. വേറൊരാൾ പറഞ്ഞത് ഇത് എന്താണ്, നാർക്കോട്ടിക് ജിഹാദ് എന്നാണ്. ഈ പൊളിറ്റിക്സിനിടയിൽ ഈ രാഷ്ട്രീയം, ഇവിടെ രാജ്യത്ത് മയക്കുമരുന്ന്. ഈ അടുത്ത് എനിക്കറിയാവുന്ന ഒരു കേസുണ്ട്, 10-15 ലക്ഷം രൂപ കൊണ്ടുപോയി കൊടുത്തു, ഒരു വലിയ ക്വാണ്ടിറ്റിയിൽ MDMA പിടിച്ചു. പിടിച്ചെടുത്തുനിന്ന് വലിയ വർത്താനം, പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ ജാമ്യം കിട്ടാവുന്ന തരത്തിലേക്ക് ഇതിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു. എന്താ കാര്യം? 15 ലക്ഷം രൂപ പോലീസിന് കൊടുത്തു. വ്യാപകമായി പോലീസ് കൈക്കൂലി വാങ്ങിയിട്ടാണ് ഇവിടെ MDMA ഉണ്ടാവുന്നത്, മയക്കുമരുന്നുകൾ ഉണ്ടാവുന്നത്, ഇവിടെ വ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ആരുടെ കുഴപ്പമാണ്? ആഭ്യന്തരമന്ത്രിയുടെ കുഴപ്പം. ആരാണ് ആഭ്യന്തരമന്ത്രി? സഖാവ് പിണറായി വിജയനാണ്. അപ്പൊ എല്ലാവരോടും കൂടിയിട്ട് പറയാണ്, കുഴപ്പം വന്നാൽ ചെല്ലുണ്ടല്ലോ പറയല്, ആർക്കെങ്കിലും പേടിയുണ്ടെങ്കിൽ എന്റെ ചുറ്റും നിന്നോളിന്നാണ്. ശരിക്കും പേടി ഓനാണ്. അതുമാതിരി മുഖ്യമന്ത്രി ഇതൊക്കെ കുടുങ്ങുമ്പോ ഇയാൾ തോൽക്കുമ്പോ പറയാണ് പ്രതിപക്ഷം സഹകരിക്കണം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, കോവിഡിന്റെ ഇഷ്യൂ വന്നു, പ്രളയത്തിന്റെ ഇഷ്യൂ ഓർമ്മ ഉള്ളത് കൊണ്ടാണ് കോവിഡിന് ഇഷ്യൂ വന്നപ്പോ എല്ലാ അമിതാക്കൊക്കെ അവിടെ ഉണ്ട്. നമ്മളൊക്കെ നിയമസഭയിലേക്കും എല്ലാവരും പറഞ്ഞു, നമ്മളൊന്നും പറയരുത്, മിണ്ടരുത്. ഞാനിങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സ്വഭാവം വെച്ചിട്ട് നാവിങ്ങനെ തരിക്കുകയാണ്, പറയാതിരിക്കാൻ പറ്റണില്ല. ഇയാളാണെങ്കിൽ വൈകുന്നേരം അങ്ങനെ തന്നെ TV വരും. നമ്മളെ ഈ പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും കൂടെ പോയിട്ട് സീരിയൽ വരെ കാണൂല. പിണറായി വന്നാൽ നേരെ മുമ്പ് പോയി കുത്തിർക്കും. മൂപ്പരാണെങ്കിലോ പൂച്ചക്ക് വെള്ളം കൊടുത്തിനോ, നായിനെ കെട്ടീനോ. അപ്പോൾ പെണ്ണുങ്ങൾ പറയാണ്, എൻ്റെ കെട്ടിയോൻ വരെ ഇതുവരെ ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ടില്ല. എന്തൊരു ജാഗ്രതയാണ്. ഇതെല്ലാം കൂടി പറഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പ് മൂപ്പര് അപ്പോഴത്തേക്ക് പെണ്ണുങ്ങൾ ചിറ്റയിക്കൽ തുടങ്ങി, കുട്ടികൾ കുടുക്ക പൊട്ടിക്കൽ തുടങ്ങി, ഇതൊക്കെ എടുത്ത് കൊടുക്കൽ തുടങ്ങി. അങ്ങനെയാണ് കിട്ടി ശീലം വന്നപ്പോൾ പിണറായി വിജയൻ റമദാൻ മാസമായപ്പോൾ പറയാണ്, ഇക്കൊല്ലത്തെ സക്കാത്ത് കൂടി നിങ്ങൾ നമുക്ക് തരണം. അതുവരെ ഞാൻ പിടിച്ചു, എൻ്റെ നിയന്ത്രണം വിട്ടുപോയി. ഞാൻ പറഞ്ഞു, ഈ കള്ളന് പൈസ കൊടുക്കാൻ പറ്റില്ല, ഇത് സക്കാത്തിനൊന്നും കൊടുക്കാൻ പറ്റിയ മുതലല്ല ഇത്. ഞാൻ ചോദിക്കണത്, അന്ന് നമ്മളത് പറഞ്ഞെങ്കിൽ ആ കോവിഡിന്റെ മറവിൽ PP കിറ്റ് കച്ചവടം ചെയ്തില്ലേ ഇയാള്? ഓക്സിജന്റെ പൈസ അടിച്ചു മാറ്റില്ല ഈ ജാതി അഴിമതി വീരന്മാർ. നിങ്ങൾ ആലോചിക്കും. ഇപ്പൊ വയനാട്, ഞാനത് പറയാനാണ്, വയനാടിന്റെ വിഷയം നിങ്ങൾ ആലോചിച്ച് നോക്കിയ മഹാപ്രളയം. നിങ്ങൾ ശ്രദ്ധിക്കണം, മുഖ്യമന്ത്രിന്റെ പൈസ കിട്ടിയിട്ട് ഇപ്പൊ എന്താ സ്ഥിതി? മുസ്ലിം ലീഗിന്റെ പണിയെടുക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട താങ്കൾ അബ്ബാസ് അലി തങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സാദിഖ് അലി തങ്ങളുടെ നേതൃത്വത്തിൽ അന്ന് പണം കൊടുത്തു, അത് വേറെ കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, വയനാട്ടിൽ ഈ നിലമ്പൂരിൽ നിങ്ങൾ കണ്ടതല്ലേ, പൊട്ടി ഒലിച്ചു വന്ന മനുഷ്യന്റെ തലയും കാലും ഒക്കെ ചെതറിത്തെറിച്ച് എത്ര പേരുടെ മയ്യത്ത് നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് എടുത്തു. ആ വയനാട്ടിലെ ദുരന്തത്തില് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ നിങ്ങളും ഞാനും, ഇതാ നിങ്ങളുടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി, ഈ മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾക്ക് ലൈഫിന്റെ വീട് തരികയാണ്. വീട് തരുമ്പോൾ എന്താ പറയാ അറിയോ? നിങ്ങളുടെ സ്ക്വയർ ഫീറ്റിന് 1000 ഉറുപ്യ. എൻ്റെ വീട് ഏറ്റവും നന്നായിട്ട് എടുക്കാറിയങ്ങൾ ഞാനാണ്. നിങ്ങളെ വീട് ഏറ്റവും നന്നായിട്ട് എടുക്കുക നിങ്ങളാണ്. നിങ്ങളെ വീട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് 1000 ഉറുപ്യ. എന്നാലോ നിങ്ങളെ വീട് ഊരാലുങ്കൽ എടുത്തുകയാണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് 3000 ഉറുപ്യ. ഇതെവിടുത്തെ ന്യായമാണ്?
നിങ്ങൾ വീടെടുക്കുകയാണെങ്കിൽ കറണ്ടിന്റെ കണക്ഷൻ വേണം, വാട്ടർ കണക്ഷൻ വേണം, അവിടെ വീട്ടിലേക്കുള്ള സാധനങ്ങളുടെ മറ്റു കാര്യങ്ങൾ വേണം, പെർമിഷൻ വേണം, 100,000 കാര്യം. ഇതൊക്കെ നമ്മൾ ശരിയാക്കണം. ഊരാളുങ്കലിനോ ഇതൊക്കെ സർക്കാർ ശരിയാക്കി കൊടുക്കും. എന്നിട്ടും സ്ക്വയർ ഫീറ്റിന് 3000 രൂപ കൊടുക്കണം. വയനാട്ടിലെ പ്രൊജക്ട് ഊരാളുങ്കലിന് സർക്കാർ കൊടുത്തത് സ്ക്വയർ ഫീറ്റിന് 3000 ആണ്. നിങ്ങൾ മനസ്സിലാക്കണം. അതിലും വെട്ടിപ്പാണ്. ഇന്ന് ഇപ്പം വയനാട്ടിലെ വേറൊരു രൂക്ഷമായ പ്രശ്നം നിങ്ങൾ അറിയോ? നിലമ്പൂരുമായി അടുത്ത് നിൽക്കുന്നതല്ല. ഈ സർക്കാർ സത്യസന്ധത, മാന്യത ഉണ്ടെങ്കിൽ 740 കോടി രൂപ ജനങ്ങളുടെ പൈസ കയ്യിൽ വാങ്ങി വെച്ചിരിക്കുന്നു ഈ ഒറ്റ വയനാട് ദുരിതാശ്വാസത്തിന്റെ പേരിൽ. അവിടെ വന്നിരിക്കുന്ന പ്രശ്നം എന്താണെന്നറിയോ? അവിടെ മരിച്ചുപോയവര്, ബന്ധുക്കൾ പോലുമില്ലാത്ത കുടുംബങ്ങൾ, അവർക്കിടെ പേരിൽ ബാങ്ക് ലോൺ ഉണ്ട്. പരമാവധി ഈ ദുരന്ത പ്രദേശത്തെ ബാങ്ക് ലോണിന്റെ കണക്കെടുത്തു 37 കോടി രൂപയാണ് പരമാവധി വന്നത്. എന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബഡായിയാണ് ഇവിടെ കോടതിയിൽ. നിങ്ങൾ കേരള ബാങ്കിനെ കണ്ടുപിടിക്ക്. കേരള ബാങ്ക് തള്ളിയത് വെറും 12 ലക്ഷം റുപ്യാണ്. 12 ലക്ഷം റുപ്യ. ഇത് 37 കോടിയാണ്. സെൻട്രൽ ഗവൺമെന്റ് എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് ബാങ്കിനെ പ്രഷറൈസ് ചെയ്യാൻ പറ്റൂല. ശരിയാണത്. ഒരു ഗവൺമെന്റ് പറയുന്നതാണ്. കേരളം പറയുന്നു അല്ല, നിങ്ങൾ തള്ളണം. ഞാൻ ചോദിക്കട്ടെ, ഈ തർക്കത്തിന് പോണോ? ഇനി ഇതാ മഹമീദാക്കെ കണ്ടല്ലോ ഇവിടെ. ഇനി തള്ളിയാൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താ പറയുക? ഞങ്ങള് ഇവരുടെ സിവിൽ സ്കോറിനെ അത് ബാധിക്കും. നാളെ മക്കൾക്ക് ഒരു വിദ്യാഭ്യാസ ലോൺ എടുക്കണമെങ്കിൽ കിട്ടൂല, സിവിൽ സ്കോറിനെ ബാധിക്കും. അതുകൊണ്ട് ഈ 37 കോടി രൂപ, 740 കോടി രൂപ ജനങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ച സർക്കാരിന് അടച്ചാ പോരെ? അവന്റെ കടം വീടി കൊടുക്കണ്ടേ? എന്റെ മുഖ്യമന്ത്രി ഇപ്പോഴും തയ്യാറാവുന്നില്ല. അവരുടെ സിവിൽ സ്കോറിന് പോലും അപകടമില്ലാത്ത വിധം മരിച്ചു മണ്ണടിഞ്ഞു പോയ പാവങ്ങൾ, അവർക്ക് തിരിച്ചടക്കാൻ കഴിയാത്ത പാവങ്ങൾ, അവരുടെ കടം ഇവര് എഴുതി തള്ളുമോ? ഈ സർക്കാർ എഴുതി തള്ളുമോ? അതാണോ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യുകയല്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ജനോപകാരപ്രദമായ ഒരിടത്തിലും ഇടപെടാതെ, ഒരു മേഖലയിലും ഇടപെടാതെ, എന്നാൽ മനുഷ്യന്റെ ദുരന്തങ്ങളെ, അവന്റെ വിഷമങ്ങളെ, അവന്റെ സങ്കടങ്ങളെ കച്ചവടമാക്കി മാറ്റുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ചെറിയ പ്രശ്നമല്ല. ഫൈസൽ ബാബു പറഞ്ഞ പോലെ ഇതൊരു അവസരമാണ്. നാട്ടിൽ മനുഷ്യരെ തമ്മിൽ തല്ലിച്ച് അതിനിടയിൽ അവരിങ്ങനെ തമ്മിൽ തല്ലി ചോരയൊലിക്കുമ്പോ അതിനിടയിലൂടെ കിട്ടുന്ന വോട്ടുകൾ കൊണ്ട് അധികാരത്തിലെത്തുന്ന, ദുരന്തങ്ങളെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്ത് അധികാരത്തിലെത്തുന്ന, ഏത് ദുരന്തത്തിലും മനുഷ്യന്റെ ചോരയെ വോട്ടാക്കി മാറ്റുന്ന അപകടം പിടിച്ച ഈ രാഷ്ട്രീയത്തെയാണ് നമ്മൾ എതിർക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പോ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ വന്ന ആരോപണം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതൊരു സെറ്റിൽമെന്റിലേക്ക് പോകാം. കോടതിയിൽ വരുന്ന പരാതിയിൽ സെറ്റിൽമെന്റ് ഉണ്ടാവാം. കാരണം അങ്ങനെയാണ് അതിന്റെ പോക്കുണ്ടാവുക. അവരുടെ ലക്ഷ്യം അടുത്ത തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJPക്ക് സീറ്റുകൾ ഉറപ്പിക്കലാണ്. അങ്ങനെ ഉറപ്പിക്കണമെങ്കിൽ അവരുടെ കയ്യിലെ കച്ചിത്തുരുമ്പ് പിണറായി വിജയനും മകളുമാണ്. അതുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപിയെ അടിച്ചു മാറ്റാൻ BJP ഉപയോഗിച്ചത് ഇതേ SFIO ആണ്. അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് SFIO കേസ് ചാർജ് ചെയ്യുന്നു. കോടതിയിൽ എത്തുമ്പോഴേ ഇതുവരെയുള്ള കഥകൾ കണ്ടു മാത്രമേ നമ്മൾക്ക് പറയാൻ കഴിയൂ. പക്ഷേ ചാർജ് ചെയ്യേണ്ടി വന്നല്ലോ. നിങ്ങൾക്ക് ചെയ്യേണ്ടി വന്നല്ലോ. 2020 നിയമസഭയിൽ അമിതാക്കെ കണ്ട് അന്നവിടെ നിയമസഭയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി അന്ന് ഞങ്ങൾ പറഞ്ഞതാണ്, ഈ CMRL നടത്തിയിട്ടുള്ള EDയുടെ റെയ്ഡിനകത്ത് 2 പേരാണ് പ്രതി ചേർക്കപ്പെട്ടത്. അവർ അന്വേഷണ വിധേയമായി പോകേണ്ടി വന്നത്. ഒന്ന് ഊരാലുങ്കലിന്റെ ഓഫീസാണ്, മറ്റൊന്ന് മുഖ്യമന്ത്രിയുടെ മകളുടെ ബാംഗ്ലൂരിലെ ഓഫീസാണ്, എക്സാലോജിക്കിന്റെ ഓഫീസാണ്. അന്ന് പറഞ്ഞപ്പോ വലിയ ആക്ഷേപമായി, വലിയ പ്രശ്നമായി. പക്ഷെ അതേ വിഷയത്തിൽ അവർക്ക് ഇന്ന് നോട്ടീസ് വരേണ്ടി വന്നു എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്തൊക്കെയാണ് നിങ്ങൾ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറഞ്ഞത്? എത്ര മോശമായ പദപ്രയോഗങ്ങളാണ്. ആ മനുഷ്യൻ എത്രമാത്രം ഈ മലയാളിക്ക് മറക്കാനാവാത്ത ഒരു മുഖ്യമന്ത്രി, സൗമ്യത കൊണ്ട് ആ മനുഷ്യൻ മരിച്ചു പോകുമ്പോ, ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ മലയാളി കൊടുത്ത ഒരു യാത്രയപ്പുണ്ട്. കേരളം മുഴുവൻ കണ്ണുനീരോടെ യാത്രയച്ച ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ അവസാനത്തെ മണിക്കൂറുകൾ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? എഴുന്നേറ്റ് നടക്കാൻ പോലും ആവതില്ലാത്ത സമയത്ത് അയാൾ അനുഭവിച്ച തിക്തമായ വേദന നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സഖാവ് പിണറായി വിജയ, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ അന്നത്തെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത ഉപദേശം വെറുതെ ഒന്ന് നിങ്ങൾ കേട്ടാൽ മതി. ഞങ്ങളാരും നിങ്ങളോടൊന്നും പറഞ്ഞു തരണ്ട. യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ആ പ്രസംഗം ഒന്ന് കേൾക്കുക. അത് കേട്ടാൽ നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് ഓടി ഒളിച്ചു പോകും. ആജാതി ഉപദേശമാണ് നിങ്ങൾ ഉമ്മൻചാണ്ടി സാറിന് കൊടുത്തിരുന്നത് കള്ളക്കേസുകളുടെ പേരിൽ, അല്ലേ? ഈ കൊടിയേരിയുടെ മകൻ ബിനീഷ് കൊടിയേരിയുടെ പേരിൽ കേസ് വന്നപ്പോ കൊടിയേരി രാജിവെച്ചില്ലേ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, കൊടിയേരി രാജിവെച്ചു പോയില്ലേ? നിങ്ങൾ രാജിവെക്കണമെന്ന് ഞാൻ പറയൂല. കാരണം എന്താ? അയാളെങ്ങാനും രാജിവെച്ചാൽ നാളെ സഖാക്കൾ തുടങ്ങും പിണറായി ഇടി എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കണ്ടില്ലേ, ഇതാണ് മറ്റത് മറിച്ച്. അങ്ങനെ ഒരു കള്ളൻ രക്ഷപ്പെട്ടു പോകാൻ പാടില്ല.
നിങ്ങളിങ്ങനെ ഭരിച്ചിട്ട് ചീഞ്ഞു നാറി ജനങ്ങൾ മുഖത്ത് കാർക്കിച്ചു തുപ്പുന്നത് വരെ നിങ്ങൾ ഈ രാജ്യത്തിലെ കള്ളനായി തന്നെ തുടരണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. രാജ്യം ഒന്ന് വെച്ച് പോയിട്ട് നിങ്ങൾ വിശുദ്ധനാവരുത്. എന്നാലൊരു ആഗ്രഹം കൊണ്ട് ചോദിച്ചു പോവുകയാണ്, നിങ്ങൾ ഈ ഉമ്മൻചാണ്ടിനൊക്കെ ഉപദേശിച്ച സ്ഥിതിക്ക് രാജിവെക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? ഉളുപ്പുണ്ടെങ്കിൽ CPI ഇന്നലെ പറഞ്ഞ എന്താണ്, ഇന്നലെ മലയാള മനോരമയുടെ രസമുള്ളൊരു കാർട്ടൂണുണ്ട്. ഒരു ഗാനമേള സെറ്റിൽ എല്ലാവരും ഇങ്ങനെ വീണ വായിച്ചു, എല്ലാവരും ഇങ്ങനെ ഓരോ ഇൻസ്ട്രുമെൻ്റ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിനോയ് വിശ്വൻ പറയുന്നുണ്ട്, ബിനോയ് വിശ്വൻ്റെ കയ്യിലുള്ളത് വീണയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് വായിക്കാൻ നിങ്ങൾ വേറെ ആൾ നോക്കണം എന്നാണ്. വീണ വായിക്കാൻ നിങ്ങൾ വേറെ ആളെ നോക്കണം എന്നാണ്. CPI പതുക്കെ കൈ കഴുകുകയാണ്, പതുക്കെ രക്ഷപ്പെടുകയാണ്. കാരണം അവർക്കറിയാം ഇത് നിന്നു പോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയം അല്ല. പക്ഷെ അതും ഒരു കണ്ണിൽ പൊടിയിടലാണ്. ഏകദേശം അവസാനം എത്തുമ്പോൾ ചില സർക്കസാണ്. അവർക്ക് ഇത്തിരി ഉളുപ്പുമാനം ഉണ്ടെങ്കിൽ ചെയ്യേണ്ട നിലപാട് ഇതൊന്നുമല്ല. ഈ മന്ത്രിസഭയിൽ ഇത്രയേറെ എന്താ അവർ പറഞ്ഞത്, നിങ്ങൾ രാജഭരണമാണെന്നാണ്. രാജഭരണമാണ്, ഞങ്ങൾക്കൊന്നും യാതൊരു റോളും ഇല്ല, ഒരു ഏർപ്പാടും ഇല്ല, ഞങ്ങൾക്കൊന്നും ഒരു പരിപാടിയും ഇല്ല, ഒരു പദ്ധതിയും ഇല്ല, ഇത് രാജഭരണമാണ് എന്നാണ്. അത് മാത്രമല്ല CPI പറഞ്ഞത്, വാർഷികമൊന്നും അങ്ങനെ അങ്ങോട്ട് ആഘോഷിക്കേണ്ട എന്നാണ്. മെനഞ്ഞാന്ന് മുഖ്യമന്ത്രിയോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്താണ് വീണയുടെ കേസ് എന്ന് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പത്രക്കാരോട് മറുപടി ഇല്ല. പിന്നെ ചോദിക്കുന്നുണ്ട്, മറുപടി ഇല്ല. മൂന്നാമത് ചോദിച്ചപ്പോൾ പറയാണ്, നിങ്ങൾക്ക് പിന്നെ ചോര മതിയല്ലോ. ഓ, എന്തൊരു പാവാണ്, എന്തൊരു സിമ്പത്തറ്റിക്കൽ മൂവാണ്. ആളുകളുടെ കണ്ണിലിട്ടിട്ടേ, നിങ്ങൾക്ക് ഇതിൻ്റെ ചോര മതിയല്ലോ. ആരെയും പറയണത്? ഞാൻ ചോദിക്കേണ്ടത് നിങ്ങളെ ചോരൻ്റെ വിഷയമൊന്നുമല്ല. നിങ്ങൾ ഇതിന് മറുപടി പറയാതെ പറഞ്ഞത് സർക്കാരിന്റെ 9ാം വാർഷികം വരികയാണെന്നാണ്. ഞാൻ എല്ലാവരോടും പറയുന്നത് സർക്കാരിന്റെ 9ാം വാർഷികം വരികയാണ്. എല്ലാ പൗരപ്രമുഖന്മാരും റെഡിയായി നിന്നോളി. വിളി വരും, നല്ല പൊരിച്ച അണ്ടിപ്പരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നല്ലോണം തിന്നുക, വേറെ അങ്ങോട്ടും ചോദിക്കുകയും ചെയ്യരുത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ, നിങ്ങൾ പൗരപ്രമുഖന്മാരെ കാണുന്നതാണ്. പൗരപ്രമുഖന്മാരെ കണ്ടാണ് സുഖം കാര്യങ്ങൾ. സാധാരണക്കാരൻ്റെ ചോദ്യമൊന്നുമില്ല. എന്താ ഈ ലൈഫ് പദ്ധതി ഇങ്ങനെ, എന്താണ് റേഷൻ ഷാപ്പിലെ സ്ഥിതി ഇങ്ങനെ, എന്താണ് സാധനങ്ങളുടെ വില ഇങ്ങനെ കൂടുന്നത്, ഇതൊന്നുമില്ല. പൗരപ്രമുഖന്മാരുടെ ചോദ്യം എന്താ, നിങ്ങൾ ആ കോറിക്ക് എന്താ പെർമിഷൻ കിട്ടാത്തത്, ഈ ഇൻഡസ്ട്രിയൽ ഏർപ്പാട് ഇതെന്താ നടക്കാത്തത്, ഇവിടെ ഞങ്ങളുടെ വ്യവസായങ്ങൾക്കൊക്കെ എന്താ ബുദ്ധിമുട്ട്. മനുഷ്യന്റെ സാധാരണക്കാരന്റെ പ്രശ്നം ഉണ്ടാവില്ല. മുഖ്യമന്ത്രി പറയുന്നത് 9ാം വാർഷികത്തിന്റെ ഭാഗമായും പൗരപ്രമുഖന്മാർ, പിന്നെ കുറെ മതസംഘടന നേതാക്കന്മാരെയും ഒക്കെ പോയി കാണും, അത്രേ ഉണ്ടാവൂ. ഞാൻ സ്നേഹപൂർവ്വം ചോദിക്കുന്നത്, 9ാം വാർഷികത്തിൽ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത് അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് ആലിബാബ 41 കള്ളന്മാരെന്ന് പറഞ്ഞ പോലെ മുഖ്യമന്ത്രി ഒരു 10-20 കള്ളന്മാരും കൂടെ ഒരു ബസ്സിൽ യാത്ര ചെയ്തിട്ട് നിലമ്പൂർ വന്നിരുന്നല്ലോ ഒരു 5-6 മാസം മുമ്പ്. വളരെ രസികം ബസ്, ലിഫ്റ്റൊക്കെ ഉള്ളൊരു ബസ്സും കക്കൂസൊക്കെ ഉള്ളൊരു ബസ്സൊക്കെ ആയിട്ട് നമ്മൾ വലിയ സന്തോഷത്തിൽ ഇവിടെ അതിനെ സ്വീകരിച്ചിരുന്നല്ലോ. പൗരപ്രമുഖന്മാരെ കണ്ടിരുന്നല്ലോ. നിലമ്പൂരിലെ ഫുഡ് തരക്കടില്ല എന്ന് ചെറിയാൻ മന്ത്രി പറഞ്ഞിരുന്നല്ലോ, അല്ലേ? സജി ചെറിയാൻ പറഞ്ഞിരുന്നല്ലോ. അന്ന് നിലമ്പൂരിൽ നിന്ന് കൊടുത്ത ഏത് അപേക്ഷക്കാണ് ഈ തെരഞ്ഞെടുപ്പിന് വരുമ്പോൾ തീർപ്പാക്കിയിട്ട് മുഖ്യമന്ത്രി വരിക എന്ന് ഈ നാട്ടിൽ നിലങ്ങളോട് പറയണം. 6 മാസം മുമ്പുള്ള കേസാണ്. നിങ്ങൾ നിലമ്പൂരിൽ നിന്ന് മാത്രം കിട്ടിയ അപേക്ഷ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തെടുക്കണം. തെരഞ്ഞെടുപ്പ് വരികയാണ്, സമയമുണ്ട്, നിങ്ങൾ ചെയ്തെടുക്കുക. അങ്ങനെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കൊണ്ടൊരു ഉപകാരം നാട്ടുകാർക്ക് കിട്ടട്ടെ. 6 മാസം മുമ്പ് നിലമ്പൂരിൽ ഇങ്ങോട്ട് വന്നിട്ട് ഒരു മുഖ്യമന്ത്രിയും കുറെ മന്ത്രിമാരും കൂടെ ഒരുമിച്ച് യാത്ര ചെയ്ത് ഇവിടെ വന്നിട്ട് വാങ്ങിക്കൊണ്ടുപോയ അപേക്ഷയുടെ അവസ്ഥ എന്താണെന്ന് പറയേണ്ടത് നിങ്ങളാണ്. അത് പറയുമോ? അത് കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ ബാക്കിയുള്ള അടുത്ത നിങ്ങളുടെ 9ാം വാർഷികത്തെ കുറിച്ച് സംസാരിക്കേണ്ടത്? അത് കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ ഏത് തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ പറയേണ്ടത്? ഞാൻ അതുകൊണ്ട് നിലമ്പൂരിലെ ജനങ്ങളോട് പറയട്ടെ, ഞാൻ ഫൈസൽ പറഞ്ഞതല്ലേ വീണ്ടും നിങ്ങളോട് ആവർത്തിക്കുകയാണ്, ഇതൊരു അവസരമാണ്. നമ്മുടെ നാട്ടിൽ വോട്ടുകൾ ആരും വാങ്ങിപ്പോകട്ടെ, ആക്ഷേപമൊന്നുമില്ല. നമുക്കിപ്പോ ഒരു ഫാഷിസ്റ്റ് ഓർഗനൈസേഷൻ BJP എന്നുള്ള നിലക്ക് അവരങ്ങനെ വോട്ട് വാങ്ങി ഭൂരിപക്ഷത്തിന്റെ പേരിൽ അധികാരത്തിൽ വന്ന് ഭരിച്ചു പോവുകയാണെങ്കിൽ ആർക്കാ കുഴപ്പമുള്ളത്? കുഴപ്പമില്ല. പക്ഷെ മനുഷ്യരെ തമ്മിൽ എന്തിനാ തല്ലിക്കുന്നത്? എന്തിനാ അവർ തമ്മിൽ വിടവുകൾ ഉണ്ടാക്കുന്നത്? അവർക്കിടയിൽ വിടവുകൾ ഉണ്ടാക്കിയിട്ട് മാത്രം കിട്ടുന്ന വോട്ടുകൾ എന്തിനാണ് ആഗ്രഹിക്കുന്നത്? ഞാൻ ഈ നാട്ടിലെ മനുഷ്യരോട് പറയട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും മികവ് കൊണ്ടല്ല. കേരളം സാമുദായിക സംഘടനാ പ്രവർത്തനത്തിന്റെ മികവുള്ള സ്റ്റേറ്റ് ആണ്. ശ്രീനാരായണ ഗുരുദേവൻ, എനിക്ക് അത്ഭുതമുണ്ട്. ഞാൻ ഇരവിപുരത്ത് മത്സരിച്ച ആളാണ്, കൊല്ലം ജില്ലയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് മത്സരം പഞ്ചായത്തിലായിരുന്നു ആദ്യം, അതിനുശേഷം മത്സരിക്കുന്നത് ഇരവിപുരത്താണ്. ഞാൻ അവിടെ ചെന്നിട്ട് ഈ വോട്ടുകൾ ഇങ്ങനെ ചോദിക്കാൻ പോകുന്ന സമയത്ത് ചില വീടുകളിൽ വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ അവർ ചിലരുടെ പേര് ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ പേര് സുബൈദ എന്നാണ്, ജമീല എന്നാണ്, സുലൈഖ എന്നാണ്.
ജമീല സുലേഖ എന്ന് പറയുന്ന 2 പെങ്ങന്മാർ എനിക്കുണ്ട്. അപ്പൊ ഞാൻ കരുതുന്നത് എന്താണ്, ആ വീടുകൾ എന്താണത് ഞാൻ പലരോടും ചോദിച്ചു. ഒരുപാട് വീടുകളിൽ ഒരു SNDPയുടെ നേതാവ് മൗലാന ഷൗക്കത്ത് അലിയോടുള്ള ബഹുമാനം കൊണ്ട് തന്റെ മകന് ഷൗക്കത്ത് അലി എന്ന് പേരിട്ടൊരാൾ ഞാൻ അവിടുന്ന് കണ്ടു. ഒരു നേതാവാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അത്രമേൽ സമുദായങ്ങൾ തമ്മിൽ ഇഴുകിച്ചേർന്ന്, അത്രമേൽ ഇടചേർന്ന് ജീവിക്കുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലം മന്നത്ത് പത്മനാഭൻ ഉണ്ടാക്കിയ, ശ്രീനാരായണ ഗുരുദേവൻ ഉണ്ടാക്കിയ, ഡോക്ടർ പൽപ്പു ഉണ്ടാക്കിയ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരെ ഡിസ്റ്റർബ് ചെയ്യാതെയാണ് ഈ സൗഹൃദത്തെയും ഈ സാമുദായിക പുരോഗതിയെയും അടയാളപ്പെടുത്തി മുന്നോട്ട് പോയത്. ഒന്നുകൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, വഖഫ് ബില്ല് ഡൽഹിയിൽ വരുമ്പോ വരുന്ന 26-ാം തീയതി 16-ാം തീയതി നമ്മളെല്ലാവരും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ കടപ്പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇതേപോലെ കടപ്പുറത്ത് വഖഫ് ബില്ലിന്റെ പേരിൽ നമ്മൾ പോയത് ഈ സഖാവ് പിണറായി വിജയന്റെ സർക്കാരിനെതിരെയാണ്. എന്ന് വെച്ചാൽ ഇവർ തുടങ്ങി വെക്കുകയാണ്. വഖഫിന്റെ മുകളിൽ കേരളത്തിൽ കൈവച്ചത് ഇടതുപക്ഷ സർക്കാരാണ് ആദ്യം. അത് കഴിഞ്ഞിതാ കേന്ദ്രം വെച്ചിരിക്കുന്നു. ഏത് രാഷ്ട്രീയ പ്രമേയം എടുത്താലും അതുകൊണ്ട് ജാഗ്രതയോടെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ടുകൾ വിനിയോഗിക്കാൻ തയ്യാറാവണമെന്ന് അപേക്ഷിച്ചു.